പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 1201 തുലാമാസം 28 വെള്ളിയാഴ്ച, അതായത് 2025 നവംബർ മാസം 14 വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:22, അസ്തമയം വൈകിട്ട് 5:54. നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം. 10:30 മുതൽ കാലത്ത് 12 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, നാളെ വെള്ളിയാഴ്ചയാണ്. നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. വെള്ളിയാഴ്ചയും പൂരം നക്ഷത്രവും ശുക്രന്, ദേവിക്ക് അങ്ങേറ്റം ബലമുള്ള ദിവസമാകുന്നു. അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷീവ, ഭൃഗു, നന്ദനഹ. നാം ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷി എല്ലാ ദേവതാ വിഷയങ്ങളിലും, ദേവീ സംബന്ധമായ ദേവതാ വിഷയങ്ങളെയും ചിന്തിക്കുന്നത്. പൂരം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാണ്? ഭരണിപുരം പൂരാടം ശുക്രനാണ്. അതിനാൽ ദേവിപ്രീതിക്ക് ഏറ്റവും നല്ല ദിവസമാകുന്നു നാളെ വെള്ളിയാഴ്ച. ദാമ്പത്യത്തിന് മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ദമ്പതികൾ ഭാര്യാഭർത്താക്കന്മാരുടെ പേരിൽ ഐക്യമത്യ അർച്ചന, ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് നാളെ അങ്ങേയറ്റം ഗുണപരമാണ്. അപ്രകാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ നാളികേരം കൊണ്ട് മുട്ടറക്കുക, ദാമ്പത്യം മുട്ടി ചെയ്യുക. വളരെ പെട്ടെന്ന് നല്ല ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. നാളത്തെ ദിനം, നാളത്തെ തിഥി ദശമി തിഥിയാകുന്നു. കറുത്തപക്ഷത്തിലെ ദശമി 10ാമത്തെ തിഥിയാകുന്നു. തിഥി വളരെ ദുർബലമായി വരികയാണ്. ഇനി 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്തായി? അമാവാസ്യയായി, കറുത്ത വാവായി. ഇവിടെ പ്രധാനപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, വെള്ളിയാഴ്ചയാണ്, പൂരം നക്ഷത്രമാണ്, ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണ്. പക്ഷേ നാം ഒരിക്കലും ഒരു ശുഭകാര്യത്തിലും സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു പൂരം. നിങ്ങൾ കേട്ടിരിക്കും മുപ്പൂരം, 3 പൂരങ്ങൾ, പൂരം, പൂരാടം, പുരുരുട്ടാതി. വിതക്കിൽ വെളിയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോയാൽ തിരിച്ചു വരാത്ത, വിത്തിട്ടാൽ പൊടിക്കാത്ത, മുളക്കാത്ത നക്ഷത്രങ്ങളാണ് മുപ്പൂരം. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട. യമൻ എന്നാൽ ഭരണി, അഹി എന്നാൽ ആയില്യം, രുദ്രൻ എന്നാൽ തിരുവാതിര, പൂരം, പൂരാടം, പുരുരുട്ടാതി, തൃക്കേട്ട. ഒരു വിധത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച നാൽക്കാലികൾ, ഗർഭിണികൾ, അപ്രകാരം തന്നെ സ്ത്രീകൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഒരു മഹത്തായ മുഹൂർത്തങ്ങളൊന്നും ഞാൻ നൽകില്ല. നിങ്ങൾക്ക് ഒരു വലിയ കാര്യം ചെയ്യാം. നാളെ ദേവീക്ഷേത്ര ദർശനം നടത്തുക. നന്നായി മഹാലക്ഷ്മി അഷ്ടകം, അല്ലെങ്കിൽ ലളിതാ ത്രിശതി, അല്ലെങ്കിൽ ലളിതാ സഹസ്ര നാമം, ദേവി മാഹാത്മ്യമൊക്കെ വായിച്ച് ദേവിപ്രീതി ചെയ്യുക. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുകളും അമ്പായാഹ. ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാദങ്ങളെ സ്പർശിക്കുക. ബ്രഹ്മാവിനെ പോലും തൻ്റെ കിങ്കരനാകാൻ അതിന് കഴിയുമെന്ന് പറയുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.